54 വർഷങ്ങൾക്ക് മുമ്പാണ് 1971 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അവസാനമായി ഒരു സമ്പൂർണ്ണ യുദ്ധം നടന്നത്. പാകിസ്ഥാൻ അമ്പയെ തോറ്റമ്പി 93,000 ഭടന്മാർ കീഴടങ്ങി പാകിസ്ഥാനിലേക്ക് കടന്നു കയറിയ ഇന്ത്യൻ സേന ലാഹോർ വരെ പിടിച്ചു. അതൊക്കെ വിട്ടുകൊടുക്കേണ്ടി വന്നു. അത് ഇന്ദിരയുടെ ചതി. പക്ഷേ ഞാൻ ഉൾപ്പെടെയുള്ള തലമുറയൊന്നും അന്ന് ജനിച്ചിട്ടില്ല. അപ്പോൾ 71 നടന്ന അവസാനത്തെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെക്കുറിച്ച് ഇന്നത്തെ തലമുറയ്ക്ക് കാര്യമായ അറിവൊന്നുമില്ല. യുദ്ധമുണ്ടായി, പാഠപുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മത്സര പരീക്ഷകൾക്ക് PSC UPSC പരീക്ഷകൾക്ക് വേണ്ടി പഠിക്കുന്ന ഒരു അക്കം 71 യുദ്ധം. പക്ഷേ 71 യുദ്ധത്തിനെ കുറിച്ച് നല്ല ഓർമ്മകൾ രാമചന്ദ്രൻ സാറിനുണ്ട്. ഇപ്പോൾ ഒരു മാധ്യമ പ്രവർത്തനം എന്ന നിലയിലും അത് ഒരുപാട് കാര്യങ്ങൾ അതേക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. നമുക്ക് കഥയമമയിൽ ഇന്ന് മുതൽ അടുത്ത ഏതാനും ദിവസങ്ങളായി 71 യുദ്ധത്തെക്കുറിച്ച്, ആ യുദ്ധത്തിൻ്റെ ഒരുക്കങ്ങൾ, യുദ്ധത്തിലെ നമ്മുടെ ഇന്ത്യൻ സേനയുടെ പ്രകടനം, അവരുടെ വീരത, ഇതൊക്കെ പറയുന്ന ഓർമ്മകൾ ഈ കഥയമമയിലൂടെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാം. എനിക്ക് നല്ല ഓർമ്മയുള്ള യുദ്ധമാണത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഞാൻ പഠിക്കുകയാണ്. പക്ഷേ വീട്ടിൽ വന്നിട്ട് എപ്പോഴും റേഡിയോ കേൾക്കും. ഉച്ചയ്ക്ക് വീട്ടിൽ റേഡിയോ മാത്രമേ ഉള്ളൂ. അന്ന് അത്രേ ഉള്ളൂ. വീട്ടിൽ വന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരും. അത് കഴിഞ്ഞ് വീണ്ടും സ്കൂളിൽ പോവാണ്. അപ്പോൾ ഉച്ചയ്ക്കുള്ള ഈ വാർത്തകളുമൊക്കെ കേൾക്കും. അപ്പോൾ ബംഗ്ലാദേശിനെ ഇന്ത്യ അംഗീകരിച്ചു. സത്യത്തിൽ ഈ അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ എന്താണെന്നൊന്നും നമുക്ക് അറിയില്ല. എന്നാലും ക്ലാസ്സിൽ പോയിട്ട് അംഗീകരിച്ചു എന്ന് പറഞ്ഞ് ടീച്ചറോടുമൊക്കെ ഒരു പുതിയ വിവരം വെളിപ്പെടുത്തുന്നതിൻ്റെ ഒരു സുഖമൊക്കെ ആ കാലത്ത് അനുഭവിച്ചിട്ടുണ്ട്. അന്ന് എനിക്ക് ഓർമ്മയുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ എപ്പോഴും പാട്ട് വെക്കുമല്ലോ, ചലച്ചിത്ര ഗാനങ്ങൾ. എല്ലാ ദിവസവും വെച്ചിരുന്ന ഒരു പാട്ടാണ് ചൊട്ട മുതൽ ചുടല വരെ എന്ന് പറഞ്ഞ പാട്ട്. പഴശ്ശിരാജയിലെ പാട്ടാണ് അത്. AR റഹ്മാൻ്റെ അച്ഛൻ RK ശേഖർ മ്യൂസിക് സംഗീതം ചെയ്ത പാട്ടാണത്, ചൊട്ട മുതൽ ചുടല വരെ. അത് അവസാനിക്കുന്ന വാചകം സ്വർഗത്തെക്കാൾ വലുതാണ് ഈ ജന്മഭൂമി എന്ന് പറഞ്ഞിട്ടാണ്. അത് കേൾക്കുമ്പോൾ വല്ലാത്ത ആവേശവും വികാരവുമാണെന്ന്. അത് ഗംഭീരമായിട്ടാണ് പറയുന്നതും. അത് ഒരു ഉച്ചത്തിലേക്ക് പോവാണ്. സ്വർഗത്തേക്കാൾ വലുതാണ് ഈ ജന്മഭൂമി എന്ന യേശുദാസിൻ്റെ ശബ്ദം ഗംഭീരമായി. ഒന്നാമത് യേശുദാസിൻ്റെ പിന്നീടുള്ള ഹരിമുരളീരവം പോലത്തെ ശബ്ദമൊന്നും അല്ലല്ലോ. നമ്മുടെ ഓർമ്മയിൽ അന്നത്തെ ഏറ്റവും മാസ്മരികമായ ശബ്ദം അതിൽ പറയുന്നതുമൊക്കെ. അങ്ങനെ കപ്പൽ മുങ്ങുന്നു, ചിറ്റ ഇതൊക്കെ അന്നത്തെ തലക്കെട്ടുകളാണ്. പത്രത്തിൽ ചേർന്ന ശേഷം മലയാള മനോരമയിൽ തന്നെ ഈ 14 Days വാർ എന്ന് പറയുന്ന ഈ യുദ്ധം ഒരു ലെജൻഡായിരുന്നു. അത് എന്താന്ന് വെച്ചാൽ മലയാള മനോരമയ്ക്ക് രൂപകൽപ്പനയിൽ കേന്ദ്ര പുരസ്കാരം കിട്ടുന്നത് ഈ യുദ്ധത്തിൻ്റെ ദിവസങ്ങളിലെ പത്രം വെച്ചിട്ടാണ്. അത് മലയാള മനോരമയിൽ ഉണ്ടായിരുന്ന K. ഫ്രാൻസിസ്, അദ്ദേഹം ഒരു ആർട്ടിസ്റ്റിന്റെ പിന്നീട് വീക്കിലി എഡിറ്ററായിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരൻ റോയി കാരാത്ര എൻ്റെ സുഹൃത്താണ്. അതെ, അവരൊക്കെ ഈ ചിത്രകല, റോയിയും ആർട്ടിസ്റ്റ്, ആന്റണി മാഷ് അച്ഛൻ അവിടെ ചിത്രകലാ വിദ്യാലയമൊക്കെ കോഴിക്കോട് നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ആർട്ടിസ്റ്റിക് ടാലൻ്റ് ഉണ്ടായിരുന്ന ആളാണ് ഫ്രാൻസിസ് ആണ് ആ ദിവസങ്ങളിൽ ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് ഓഫ്സെറ്റ് പ്രസ് ഒന്നുമല്ല. പക്ഷേ ഈ നടുക്കൊരു ഡിസൈൻ വെച്ചിട്ട് ഈ അച്ചുകൾ മുറിച്ചൊക്കെ അന്ന് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. വലിയ പ്രയാസമുള്ളതാണ് ഒരു പത്രത്തിന് ചെയ്യാൻ. ഈ അച്ചിങ്ങനെ വട്ടത്തിലൊക്കെ മുറിച്ച് ആ കാലത്ത് ചെയ്ത പേജൊക്കെ ഉണ്ട് ആ 14 Days വാറിൻ്റെ സമയത്ത്. അപ്പോൾ ആ പത്രത്തിനെ സംബന്ധിച്ചും അത് വലിയ ലെജൻഡ്. ഈ ലേഔട്ടിനെ കുറിച്ച് ഫ്രാൻസിസ് ചേട്ടൻ പറഞ്ഞെനിക്കറിയാം. അദ്ദേഹം നമ്മുടെ ഈ ടാറ്റ ടീയുടെ സൗത്ത് ഏഷ്യ വൈസ് പ്രസിഡന്റ് ആയിരുന്ന T. ദാമു ഉണ്ടല്ലോ, ദാമുവേട്ടൻ എൻ്റെ സുഹൃത്തായിരുന്നു. ദാമുവേട്ടൻ്റെ സുഹൃത്തായിരുന്നു നമ്മുടെ ഫ്രാൻസിസ് ചേട്ടനും. ദാമുവേട്ടൻ ഇടയ്ക്ക് ഇപ്പോൾ ഈ താജ് ഹോട്ടൽസൊക്കെ ദാമുവേട്ടൻ്റെ അണ്ടറിലായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ദാമുവേട്ടൻ കൊച്ചി വരുമ്പോൾ അതെ ഇവിടെ വരുമ്പോഴത്തേക്ക് ഫ്രാൻസിസ് ചേട്ടൻ വരും, ഇടയ്ക്ക് എന്നെ വിളിക്കും. ഞങ്ങളെല്ലാം കൂടെ ഒരു വൈകുന്നേരങ്ങളിൽ ചായയൊക്കെ കുടിച്ച് കഥകൾ പറഞ്ഞിരിക്കുമായിരുന്നു. വല്ലാത്തൊരു കാലമാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ യൗവന കാലമാണത്. തുടങ്ങുന്നേ ഫ്രാൻസിസിൻ്റെ ഒക്കെ. അപ്പോൾ അതും അതിൻ്റെ അകത്തൊരു ഞാൻ ആ പേജുകൾ പഴയത് നോക്കിയിട്ടുമൊക്കെ ഉണ്ട്. അതെങ്ങനെയാണ് ചെയ്തത് എന്നൊക്കെ ഉള്ളത് ഒരു അത്ഭുതമായിട്ട് തോന്നാറുമുണ്ട്. കാരണം അന്ന് വാർത്തകൾ കുറവാണ്. അപ്പോൾ ഡിസൈനിൽ കൂടുതൽ ശ്രദ്ധിക്കാം. സത്യത്തിൽ ആ യുദ്ധത്തിനെ പറ്റി അടുത്തിടെയൊക്കെയാണ് പല
പുതിയ പുസ്തകങ്ങൾ വന്നിട്ട് ഞാൻ ബ്ലഡ് ടെലഗ്രാമിനെ പറ്റിയൊക്കെ പറയാറുണ്ടല്ലോ. ഇതുപോലെ ഈ വംശഹത്യ നടന്ന കഥയൊക്കെ അന്ന് പത്രങ്ങളിൽ വരുന്നുണ്ടായിരുന്നില്ല. ഹിന്ദുക്കളെ ഈ കൊന്നൊടുക്കുന്നത് അന്ന് ഈ വംശഹത്യൊന്നും പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്നൊക്കെയാണല്ലോ പറയുക. പഴയ തലമുറയിലെ പത്രാധിപന്മാരല്ലേ. അതൊക്കെ ഇപ്പോഴാണ് നമ്മൾ പുസ്തകങ്ങളിലൊക്കെ വായിക്കുന്നത്. ഇന്നിപ്പം ആ യുദ്ധം എങ്ങനെയാണ് തുടങ്ങിയത് എന്നുള്ള ഒരു പശ്ചാത്തലം പറയാം. അത് കഴിഞ്ഞ് നമുക്ക് അതേപ്പറ്റി ധാരാളം കഥകൾ പറയാനുണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ കഥേമമയിൽ 71 യുദ്ധത്തെക്കുറിച്ചുള്ള സവിസ്തരമായ ഒരു പരമ്പര നമ്മൾ ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കഥേമമ ഇന്നു മുതലുള്ള കഥേമമ മിസ്സാവരുത്. പ്രത്യേകിച്ച് പുതിയ തലമുറ 54 വയസ്സിന് താഴെയുള്ള ആളുകൾക്ക് അറിയില്ല എന്താണ്. കാരണം 54 വർഷം മുമ്പാണ് ഈ യുദ്ധം നടന്നത്. ഇത് ആ യുദ്ധത്തിൻ്റെ ഈ പരിസമാപ്തിയിൽ അതുവരെ ഉണ്ടായിരുന്ന പാകിസ്ഥാൻ്റെ 60% ജനസംഖ്യ 60% ഭാഗം ഭൂവിഭാഗം തന്നെ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ് മാറുകയാണ് ചെയ്തത്. അപ്പോൾ അവശേഷിക്കുന്നത് 1947 വിഭജിച്ച് പോയ പാകിസ്ഥാൻ്റെ 40% മാത്രമാണ്. 40 എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ ബലൂചിസ്ഥാൻ ഇപ്പം വിട്ടുപോകാൻ വേണ്ടി സമരം നടത്തി. ബലൂചിസ്ഥാൻ പാകിസ്ഥാന്റെ 50%-50%-ത്തിന്റെ അടുത്ത് വരും. പിന്നെയും പാകിസ്ഥാൻ തീർന്നു. വേറെ സ്ഥലങ്ങൾ വിട്ടുപോകാൻ ഇരിക്കുന്നു. അപ്പോൾ 1 കോടി അഭയാർത്ഥികൾ കിഴക്കൻ ബംഗാളിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഈ യുദ്ധത്തിന് മുമ്പ് വരാൻ തുടങ്ങി. കാരണം യുദ്ധം ചെയ്യണം എന്ന് ഇന്ദിരാഗാന്ധി സാം മനേക്ഷ കരസേനാ മേധാവിയോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, മഴയൊക്കെ നനഞ്ഞ് ഇരിക്കുന്ന ഈ സമയത്ത് യുദ്ധമൊക്കെ ചെയ്യാം, പക്ഷെ ഒരു വിജയം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യാൻ എനിക്ക് പറ്റില്ല. കാലാവസ്ഥ അനുകൂലമല്ല. 6 മാസം കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് പറയുമ്പോൾ ഈ 6 മാസത്തിൻ്റെ ഇടയ്ക്ക് പിന്നെ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്നത് പടിഞ്ഞാറൻ പാകിസ്ഥാനാണല്ലോ. ഈ കിഴക്കൻ കിഴക്കൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ബംഗ്ലാദേശോട് ചേർന്ന് നിൽക്കുകയാണ്. നമ്മുടെ ബംഗാളിനോട് പശ്ചിമ ബംഗ്ലാദേശ് ഇല്ലല്ലോ, ബംഗാളിനോട് ചേർന്ന് എടുക്കുകയാണ്. അവർക്ക് റോഡ് വഴി അങ്ങോട്ട് വരാൻ പറ്റില്ല. 1000 കിലോമീറ്റർ അകലെയാണ്. പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്ന് വിമാനത്തിൽ വേണം ഇവിടെ വരാൻ. കാരണം ഇത് ഒരു ബന്ധവുമില്ലാത്ത സ്ഥലങ്ങൾ കൂട്ടിച്ചേർത്ത് പോയതാണ് ഈ ബംഗാളിൽ നിന്നുള്ള ഭാഗം. കിഴക്കൻ പാകിസ്ഥാൻ അവർ ബംഗാളിയൊക്കെ സംസാരിക്കുന്ന ആളുകളാണ്. പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ ആളുകൾക്ക് ആ കൾച്ചറും അറിയില്ല, ആ ഭാഷയും അറിയില്ല. അങ്ങനെ അവർ വന്നിട്ട് ഈ കിഴക്കൻ ബംഗാളിൽ പിന്നെ തേർവാഴ്ചയാണ് നടക്കുന്നത്. ആ കൂട്ടക്കൊല ഈ ബലാൽ സംഘം യുദ്ധത്തിന്റെ ഒരു ഭാഗമാകുന്നത് ഈ ബംഗ്ലാദേശ് യുദ്ധത്തിലാണെന്ന് യുദ്ധചരിത്രത്തിൽ പറയും. അതായത് ബലാൽ സംഘം നടത്തിയത് വേറെ ആരുമല്ല, പാകിസ്ഥാനികൾ തന്നെ പാകിസ്ഥാന്റെ ഭാഗമായിരുന്ന ബംഗ്ലാദേശികളെ കൂട്ട റേപ്പിനിരയാക്കി. അതെ, അങ്ങനെയാണ് അത് വന്നത്. അപ്പോൾ ആ സമയത്ത് ഈ ഇന്നത്തെ പോലെ തന്നെ ഇന്ദിരാഗാന്ധി മനേക്ഷായോട് പറഞ്ഞു പൂർണ്ണ സ്വാതന്ത്ര്യം തരികയാണ്. ഇത് യുദ്ധം ചെറുതായിരിക്കണം, നീണ്ടുപോകാൻ പാടില്ല. ഇതിൽ രാജ്യാന്തരമായ സങ്കീർണതകളൊന്നും എനിക്ക് വലിച്ചു വയ്ക്കാൻ പറ്റില്ല. മറ്റ് രാജ്യങ്ങളൊന്നും ഇതിൽ വരാൻ പാടില്ല. അതിനു മുമ്പേ തീർക്കാനുള്ളത് തീർത്തേക്കണം എന്നാണ്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് യുദ്ധം നടക്കുന്നത്. 1971 ഡിസംബർ 3 യുദ്ധം തുടങ്ങുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ 6 മാസത്തിൻ്റെയൊക്കെ കാര്യം. 1971 മാർച്ച് 27 തന്നെ യുദ്ധമൊക്കെ നടക്കുന്ന അറിയാം. അതുകൊണ്ട് 1971 മാർച്ച് 27 ഇന്ദിരാഗാന്ധി ലോക്സഭയിൽ പറഞ്ഞു, ഈ ഗൗരവമുള്ള നേരത്ത് കുറച്ച് വാക്കുകൾ മാത്രം സംസാരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു. ഇപ്പോൾ കോൺഗ്രസ്സുകാർ ആ നിലയ്ക്കല്ല പോകുന്നത്. കഴിഞ്ഞ ദിവസം ആ അജയ് റായ് എന്ന് പറഞ്ഞ ഉത്തർപ്രദേശിലെ അവിടുത്തെ PCC പ്രസിഡന്റ് നമ്മുടെ റഫേൽ വിമാനത്തിൻ്റെ മോഡൽ വാങ്ങി ഇതിൻ്റെ അകത്ത് നാരങ്ങയും ഒക്കെ തൂങ്ങിക്കിടക്കുകയാണ്. അത് കളിപ്പാട്ടാണെന്നൊക്കെ പറഞ്ഞ് വൃത്തികെട്ട രീതിയിലാണ്. അന്ന് ഇന്ദിരാഗാന്ധി ഇങ്ങനെ പറഞ്ഞു. രാജ്യസഭയിൽ അവർ അന്നേ ദിവസം തന്നെ പറഞ്ഞു, തെറ്റായ ഒരു ചുവട്, തെറ്റായ ഒരു വാക്ക് അങ്ങനെ നമ്മൾ ചെയ്താൽ നമ്മുടെ ലക്ഷ്യം തെറ്റും
എന്ന് പറഞ്ഞു. 6 മാസം ഒക്ടോബർ വരെ ഇന്ദിര രാജ്യാന്തര തലത്തിൽ രാഷ്ട്രത്തലവന്മാർക്ക് കത്തുകൾ എഴുതിക്കൊണ്ടിരുന്നു. മോസ്കോയിൽ അവർ പോയി, ഇന്ദിര യാത്ര ചെയ്തു. 21 ദിവസത്തെ രാജ്യാന്തര പര്യടനം നടത്തി. ആ 6 മാസത്തിൻ്റെ ഇടയ്ക്ക് ജർമ്മനി, ഫ്രാൻസ്, UK, ബെൽജിയം, അമേരിക്ക. ഈ അമേരിക്കയിൽ പോയിട്ട് നമ്മളിപ്പോൾ പുസ്തകം വായിക്കുമ്പോൾ അറിയാം, നിക്സൺ ഇവരെ ഇഷ്ടമല്ല. നിക്സൺ പാകിസ്ഥാൻ്റെ കൂടെയാണ്. ഇവർ അയാളുടെ ഓവൽ ഓഫീസിൻ്റെ പുറത്ത് 1.5 മണിക്കൂർ ഇവിടെ കാത്തിരുത്തി. ഇങ്ങനെയൊക്കെയാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. നിക്സന് ആ കാലത്ത് ചൈനയുമായിട്ട് നല്ല ബന്ധത്തിന് ഈ പാകിസ്ഥാനെ ഇടനിലയായിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. കാരണം പഴയ യുദ്ധത്തിന് ശേഷം ചൈനയുമായിട്ട് മിണ്ടിയിരുന്നില്ല. അപ്പോൾ നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഇടനില അങ്ങനെയും ചെയ്യുന്നുണ്ടായിരുന്നു. അവർ യാത്ര ചെയ്തു. ജനറൽ ടിക്കാഗാൻ, പാകിസ്ഥാൻ്റെ പട്ടാളം, ഈ കിഴക്കൻ മേഖലയിൽ നോക്കുന്ന ടിക്കാഗാൻ കിഴക്കൻ ബംഗാളിൽ ശരിക്കും ഒരു അറവ് പരമ്പര തന്നെ നടത്തി. ബുച്ചർ എന്നറിയപ്പെട്ടു. കൽക്കട്ടയ്ക്ക് അടുത്ത് ഒരു പ്രവാസി ഭരണകൂടം നമ്മൾ സ്ഥാപിച്ചു. ബംഗ്ലാദേശ് വരുമല്ലോ. പക്ഷേ ഇതിനെ അംഗീകരിച്ചില്ല ഇന്ദിര. ഒരു പ്രവാസി ഭരണകൂടം ഉണ്ട്, കാരണം യുദ്ധം കഴിഞ്ഞ് രാജ്യം നിലവിൽ വന്നിട്ടില്ലല്ലോ. പക്ഷെ പ്രതിപക്ഷം ബഹളം വെച്ചു, ഇപ്പം തന്നെ നമ്മൾ അംഗീകരിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 1971 ഓഗസ്റ്റിൽ ഇന്ദിരാഗാന്ധി പറഞ്ഞു, രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ടാണ് പ്രതിപക്ഷം ഇത് പറയുന്നത്, നിരുത്തരവാദപരമായി പെരുമാറരുത്, എല്ലാ വശവും നോക്കിയിട്ടേ അംഗീകാരം കൊടുക്കുകയുള്ളൂ. 1970-71 കാലത്ത് പാകിസ്ഥാനിൽ ഇന്നത്തെ പോലെ തന്നെ ആഭ്യന്തര യുദ്ധം നടക്കുന്നു. പടിഞ്ഞാറ് നിന്നുള്ളവർ കിഴക്ക് ഭാഗം ഭരിക്കുകയാണ്. അവർക്ക് ഭാഷയോ പൈതൃകമോ സംസ്കാരമോ അറിയില്ല. 1970 അവാമി ലീഗ്, മുജിബുർ റഹ്മാൻ്റെ അവാമി ലീഗ് ജയിച്ചു തെരഞ്ഞെടുപ്പിൽ, പൊതു തെരഞ്ഞെടുപ്പിൽ. 313 അംഗ പാർലമെന്റിൽ, പാകിസ്ഥാൻ പാർലമെന്റിൽ, ഈ ബംഗാളിലെയും കിഴക്കൻ ബംഗാളിലെയും കിഴക്കൻ പാകിസ്ഥാനിലെയും കാര്യമല്ല പറയുന്നത്, ആ പാർലമെന്റിൽ 313 സീറ്റിൽ 169 സീറ്റ് കിട്ടി അവാമി ലീഗിന്. അപ്പം മുജിബുർ റഹ്മാൻ പ്രധാനമന്ത്രി ആകണം. പക്ഷേ ജനറൽ യാഹ്യ ഖാൻ പട്ടാള ഭരണം നടത്തുകയാണ് മേധാവി. മുജിബുർ റഹ്മാനെ അറസ്റ്റ് ചെയ്തു. എന്നിട്ട് പട്ടാള നിയമം പ്രഖ്യാപിച്ചു ഈ കിഴക്കൻ പാകിസ്ഥാനിൽ. ആ കാലത്ത് ഈ തേർവാഴ്ച നടക്കുകയാണ്. പിന്നെ ഇദ്ദേഹത്തിന് പ്രധാനമന്ത്രി ആക്കുന്നില്ല, ജനാധിപത്യം അംഗീകരിക്കുന്നില്ല. ആ കാലത്ത് 3 ലക്ഷം മുതൽ 5 ലക്ഷം പേരെ കൂട്ടക്കൊല ചെയ്തു എന്നുള്ളതാണ് ശരിക്കുള്ള കണക്ക്. 30 ലക്ഷം എന്ന് ബംഗ്ലാദേശ് സർക്കാർ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പഴയ സർക്കാർ, യൂനിസിൻ്റെ അല്ല, ഹസീനയുടെ ഒക്കെ. യുദ്ധത്തിൻ്റെ ആയുധമായിട്ട് ആദ്യമായി ബലാത്സംഗം അരങ്ങേറിയ യുദ്ധമായിരുന്നു അത്. 3 ലക്ഷം ബംഗാളി ഭാഷ സംസാരിക്കുന്ന സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു. മുസ്ലിങ്ങൾ, പാകിസ്ഥാൻ പട്ടാളം. മുക്തി ബാഹിനി എന്ന് പറഞ്ഞ ഗറില്ല സേനയെ ഉണ്ടാക്കി മുജിബുർ റഹ്മാൻ്റെ പാർട്ടിയിലെ യുവാക്കളെ വെച്ചിട്ട്. നമ്മൾ ഉണ്ടാക്കിയതാണ്, നമ്മൾ ട്രെയിൻ ചെയ്യുന്നതാണ്. നമ്മൾ ട്രെയിൻ ചെയ്തു. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മുടെ പട്ടാളക്കാർ ഈ കള്ളിമുണ്ടും ബെൽറ്റും ധരിച്ച് ബനീനും ധരിച്ച് അവരുടെ കൂടെ ചേർന്നിട്ടുണ്ട്. അത് 5-6 മാസം നമുക്ക് കിട്ടി. നല്ല ഒന്നാം തരമായിട്ട് അത് നമ്മൾ കൈകാര്യം ചെയ്തു. ഇവർ പോയിട്ട് റെയിൽ പാളം തകർക്കുക, റെയിൽവേ ലൈൻ തകർക്കുക, ഈ പരിപാടികളൊക്കെ മുക്തിബാഹിനി ചെയ്തുകൊണ്ടിരുന്നു. യാഹ്യ ഖാനും ഈ ടിക്കാഗാനും ശമം നശിക്കുകയാണ്. നമ്മൾ ഈ അങ്ങോട്ട് കയറി എന്താ ആക്രമിക്കാത്ത എന്ന് ഇപ്പോഴും ചോദിക്കുന്നു. എന്ന് പറഞ്ഞതുപോലെ അത് 6 മാസം ഇങ്ങനെ നീക്കുകയാണ്. അവർക്ക് ക്ഷമ നശിച്ചിട്ട് അവർ പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് നടത്തുകയാണ്. ഇന്ത്യയുടെ 8 വ്യോമതാവളങ്ങൾ 1971 ഡിസംബർ 3 ആക്രമിച്ചു. പാകിസ്ഥാൻ ഇങ്ങോട്ട് ആക്രമിച്ചു. പിന്നെ നമ്മളല്ല യുദ്ധം തുടങ്ങുന്നത്. ശ്രീനഗർ മുതൽ ബാർമർ വരെ രാജസ്ഥാനിലെ വ്യോമതാവളങ്ങൾ നമ്മുടേത് ആക്രമിച്ചു. അപ്പോൾ യുദ്ധം പൊട്ടി. യുദ്ധം അവർ തുടങ്ങി. ഇന്ദിര അന്ന് കൽക്കട്ടയിലാണ് ഈ ആക്രമണം നടക്കുമ്പോൾ. അവരുടനെ ഡൽഹിയിലേക്ക് റഷ് ചെയ്തിട്ട് രാജ്യത്തെ അഭിസംബോധന ചെയ്തു ആകാശവാണിയിൽ.
വാർ ഹാസ് ബീൻ ഫോഴ്സ്ഡ് ഓൺ അസ് എന്ന് പറഞ്ഞു. നമ്മുടെ മേലൊരു യുദ്ധം അടിച്ചേൽപ്പിച്ചിരിക്കുന്നു. 3 ദിവസം കഴിഞ്ഞ് ബംഗ്ലാദേശിനെ അംഗീകരിച്ചു. യുദ്ധം നടക്കുമ്പോൾ ബംഗ്ലാദേശിനെ അംഗീകരിച്ചു. ഗംഭീരമായിരുന്നു നമ്മുടെ 3 സേനകളും അന്ന് നിർവഹിച്ച ദൗത്യം. പാകിസ്ഥാന്റെ മുങ്ങിക്കപ്പൽ ഗാസിയെ വിശാഖപട്ടണം തീരത്ത് മുക്കിക്കളഞ്ഞു. കടലിൽ കിടപ്പുണ്ടത്. അതെ, മുക്കിക്കളഞ്ഞു. കറാച്ചിയിൽ മിന്നലാക്രമണം നടത്തി. അമേരിക്ക ഇടപെടാൻ നോക്കി. 7ാം കപ്പൽപ്പട ബംഗാൾ ഉൾക്കടലിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോൾ സോവിയറ്റ് യൂണിയൻ വ്ളാഡിവോസ്റ്റോക്കിൽ നിന്ന് ഒരു കപ്പൽ വ്യൂഹം ഫ്ലീറ്റ് അവർ യാത്ര തുടങ്ങി. ചൈന നിഷ്പക്ഷത പാലിച്ചു ഭാഗ്യത്തിന്. ഡിസംബർ 16-ാം തീയതി 13ാമത്തെ ദിവസം ജനറൽ അമീർ അബ്ദുള്ള ഖാൻ നിയാസി ഈ ഭാഗത്തെ കമാൻഡർ ധാക്കയിൽ കീഴടങ്ങി. നമ്മൾ ധാക്ക പിടിച്ചു, അപ്പോൾ കീഴടങ്ങി. അയാളുടെ സർവീസ് റിവോൾവർ നമ്മുടെ ലെഫ്റ്റനൻറ്റ് ജനറൽ JS അറോറയ്ക്ക് കൈമാറി. അങ്ങനെയായിരുന്നു കീഴടങ്ങൽ. കുറേ നാൾ കഴിഞ്ഞ് JS അറോറയുടെ ഒരു പ്രസംഗം കേരളത്തിൽ ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ പോയിരുന്നു, ഒരു റോട്ടറി ക്ലബ്ബ് മീറ്റിങ്ങിൽ. എന്തു പറഞ്ഞു അറോറ? അദ്ദേഹത്തിനൊരു വീരനായിട്ടാണ് ഇതിലെ ക്ഷണിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. അദ്ദേഹം ആ യുദ്ധത്തിനെ പറ്റിയൊന്നും സംസാരിച്ചത്. അദ്ദേഹം വേറെ മാനസിക മൂല്യങ്ങളെ പറ്റിയിട്ട്. ഏതായാലും നമ്മളിപ്പോൾ ഇന്ന് പറഞ്ഞത് ഈ 71 യുദ്ധത്തിൻ്റെ ഒരു പ്രാരംഭമാണ്. ഇനി ഒരുപാട് ത്രസിപ്പിക്കുന്ന, ആവേശം കൊള്ളിക്കുന്ന, ഓരോ ഭാരതീയനും അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കഥകൾ പറയാനുണ്ട്. നാളത്തെ കഥയമ്മയിൽ നമ്മളത് തുടരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.